ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ എൻ്റെ പുറകെ കാണുന്നത് വേറൊന്നുമല്ല, ഇത് പണ്ടത്തെ NH-47 ആയിരുന്നു, ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആണ്. എൻ്റെ വീടിൻ്റെ റോഡ് സൈഡിലാണ് ഉള്ളത്. നിങ്ങൾ ഈ കാണുന്നത് തണൽ കൊടുക്കുന്ന ഒരു മാവാണ്. നാട്ടുകാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നൊരു മാവാണ്. കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ചേട്ടന്മാരും അല്ലാതെ ഒരുപാട് ആളുകളൊക്കെ ഈ മാവിൻ്റെ ചുവട്ടിലാണ് ബൈക്ക് വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു സംഭവമാണെന്നല്ല പറയുന്നത്, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. മാത്രവുമല്ല, ഈ റോഡിൽ ഒരുപാട് കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. ഈ റോഡ് ഒരുപാട് ആക്സിഡൻ്റൊക്കെ നടന്നിട്ട് റോഡാണ്. ചിറിപ്പാഞ്ഞ് വരുന്ന വാഹനങ്ങളും ശ്രദ്ധയില്ലാത്തുള്ള ഡ്രൈവിങ്ങും നൈറ്റ് ഡ്രൈവിങ്ങും അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ ഈ റോഡിൽ സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നടന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയാവേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആയിട്ട് ഒരുപാട് കടകളുണ്ട്. ഈ കടകളൊക്കെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. ഒന്നും ശാശ്വതമല്ലെന്ന് നമുക്ക് കൺമുന്നിൽ തന്നെ കാണിച്ചു തരുന്നൊരു കുറേ കടകളാണ് അതൊക്കെ. ഈ കടകളൊക്കെ മുമ്പ് വേറെ ഏതൊക്കെയോ ആളുകൾ വന്ന് ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ച സംരംഭങ്ങളായിരുന്നു. അവർ ബിസിനസ്സിൻ്റെ വിജയത്തിന് ശേഷം പുതിയ വലിയ കടകളിലോട്ട് തങ്ങളുടെ ബിസിനസ് മാറ്റുകയുണ്ടായി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും, ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന കുറേ കല്ലൊക്കെ ചല്ലികളും മെറ്റലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം. അത് ഇവിടെ ബിസിനസ് നടത്തി വിജയിച്ച ഒരാളുടെ ഒരു സ്ഥാപനമാണ് എൻ്റെ തൊട്ടുപിറകിൽ കാണുന്നത്. ഒരു കമ്പിയും സിമൻറ്റുമൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണത്. വളരെ കാലമൊന്നും ആയിട്ടില്ല അവർ ഇത് തുടങ്ങിയിട്ട്. കഷ്ടിച്ചൊരു 3 കൊല്ലം തന്നെ ഇരിക്കും. ആദ്യത്തെ 1 കൊല്ലം നഷ്ടത്തിലാണ് ആ സ്ഥാപനം ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് വിചാരിക്കാത്ത രീതിയിലുള്ള ലാഭത്തിലോട്ട് ആ സ്ഥാപനം വളർന്നു വലുതായി. ഇപ്പോൾ ആ സ്ഥാപനം നല്ല ലാഭത്തിലോടുന്നൊരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ വേറെ കടകളിലൊക്കെ ബിസിനസ് നടത്തി പരാജയപ്പെട്ട ആളുകളുമുണ്ട്. എന്നാലും അവരൊന്നും തോറ്റുകൊടുക്കാൻ തയ്യാറായവരല്ല. അവർ വേറെ ജോലികൾ തേടിപ്പോകുകയോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ബിസിനസ് ചെയ്ത് വിജയിക്കുകയോ ചെയ്ത ആളുകളൊക്കെയാണ് അവരൊക്കെ. എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങുന്ന ഒരു പലവ്യഞ്ജനക്കട അവിടെ ഉണ്ടായിരുന്നു. ആ കട ഇപ്പോൾ ഇല്ല. ആ കടയുടെ സ്ഥാനത്ത് ഇപ്പോൾ വേറൊരു കടയാണ്. ആ കട നടത്തിയിരുന്ന ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ പാലൊക്കെ വാങ്ങുന്നത്. പുള്ളി ഒരു കർഷകനാണ്. പുള്ളി ആ കട ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. താഴത്തെ നില ഒരു കടയ്ക്കും മുകളത്തെ നിലയിൽ ഒരു കുടുംബവും അവിടെ താമസിക്കുകയാണ്. അങ്ങനെ എൻ്റെ നാട്ടിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ 10ാം ക്ലാസ് വരെ മാത്രമേ എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം +1 +2 ഞാൻ കോഴിക്കോടോട്ട് പറിച്ചു നടുകയാണ് ഉണ്ടായത്. പിന്നെ BTech ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. തിരിച്ച് ഞാൻ വീണ്ടും എൻ്റെ നാട്ടിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ നാട് വളരെയധികം മാറിയിരുന്നു. നിരവധി കടകൾ അവിടെയെല്ലാം നിരന്നു വന്നു. പല കടകളും മാറിയും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. നാട് വികസിക്കുകയുണ്ടായിരുന്നു. പല വലിയ സ്ഥാപനങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. വലിയൊരു മോൾ അവിടെ സ്ഥാപിച്ചു. ആ മോള് താമസിക്കാതെ തന്നെ പൂട്ടിക്കെട്ടുകയുണ്ടായി. ബിസിനസ് നല്ല രീതിയിൽ നടത്താമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. എന്തോ കാലക്കേട്.